പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു സുപ്രധാന സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് എറണാകുളത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഞാനൊരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 12 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കാറിൽ കോതമംഗലത്ത് നിന്ന് ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്കാണ് കൂട്ടുകാരൻ്റെ വീട്. അപ്പോൾ കാറിലിരുന്ന് ഞങ്ങൾ പറഞ്ഞു നമുക്ക് പെരുമ്പാവൂർ അപ്സരയിൽ പോയി ബിരിയാണി കഴിക്കാമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞു. അവൻ പറഞ്ഞു എൻ്റെ വീടിൻ്റെ പടിക്കൂടെ പോകുമ്പോൾ നിനക്ക് അപ്സരയും ഇത്രയൊന്നും വേണ്ട, വീട്ടിൽ കയറി ഊണ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ആ നിർബന്ധത്തിന് വഴങ്ങി ആ സുഹൃത്തിൻ്റെ വീട്ടിൽ ഉച്ചയ്ക്ക് കയറി കൈ കഴുകി മുൻമേശയിൽ ഇരുന്നു. വൈഫ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചോറ് കൊണ്ടുവന്ന് വെച്ചു. ഒരു തോരനുണ്ടായിരുന്നു, ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു, അതുപോലെ അച്ചാറ്. അപ്പോഴത്തേക്കും പുള്ളി ചോദിച്ചത് ഒഴിക്കാനില്ല, ആദ്യം തരണ്ട, എന്നിട്ട് വേണ്ട ബാക്കി. വേഗം തന്നെ വൈഫ് ഓടും തന്നെ പോയി സാമ്പാർ എടുത്തു കൊണ്ടു. സാമ്പാർ പുള്ളിയുടെ ചോറിലേക്ക് ആദ്യം ഒഴിച്ചു, അത് കഴിഞ്ഞ് എൻ്റെ ചോറിലേക്ക് ഒഴിച്ചു. പുള്ളി ആ സാമ്പാർ കൂട്ടി വാരി ഞാൻ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ വാരി വായിലേക്ക് ഇട്ടിട്ട് ഒരൊറ്റ തുപ്പ്. ഇത് മുഴുവൻ ഉപ്പ് കലക്കി വെച്ചേക്കാണല്ലോ. എൻ്റെ ഒരു സുഹൃത്തിനെയും കൂടെ ഞാൻ വിളിച്ചു കൊണ്ടുവന്നാലേ, ഇങ്ങനെയാണ് സാമ്പാർ വയ്ക്കണേ. ആകെപ്പാടെ അവിടെ കിടന്ന്. അപ്പോഴത്തേക്കും വൈഫിൻ്റെ മുഖത്താണെന്നുണ്ടെങ്കിൽ ഒന്നും കാണാനില്ല, രക്തവട്ടം പോലും കാണാനില്ലാതെ ആ മുഖം ആകെ വിളറി വെളുത്തു. എനിക്കാണെങ്കിലും ആകെ ബുദ്ധിമുട്ടായി. പുള്ളി അപ്പം തന്നെ ചാടി കൈ കഴുകിയിട്ട് നീ പറഞ്ഞാൽ ശരി, നമുക്ക് പെരുമ്പാവൂർ അപ്സരയിലേക്ക് പോകാം. അത് കഴിഞ്ഞ് പുള്ളി കൈ കഴുകി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തായാലും ആ ടേസ്റ്റ് ചെയ്ത് നോക്കി. അല്പം ഉപ്പ് കൂടുതലുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും എൻ്റെ ചോദ്യം അതല്ല. ഇപ്പം അതങ്ങനെ ആയിരുന്നോ പ്രതികരിക്കേണ്ടത്? നമ്മുടെ വീട്ടിലൊക്കെ നടക്കാവുന്ന സംഭവമാണ്. ഈ കറിയിലൊക്കെ അടന്നും അല്ലെങ്കിൽ മില്ലിഗ്രാം തൂക്കിയൊന്നും അല്ല ഉപ്പിടുന്നത്. അപ്പോൾ ചിലപ്പോൾ ലേശം ഉപ്പ് കൂടുതലാവാം, ലേശം കുറവാവാം. പക്ഷെ നമുക്കതൊന്ന് മാറ്റി ചിന്തിച്ചാലോ? ആ സാമ്പാർ വിളമ്പി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിച്ചിട്ട് അടിപൊളി സാമ്പാറാണ്, പക്ഷെ ശേഷം ഉപ്പ് കൂടിപ്പോയി. അതൊന്നും കുറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും നല്ലൊരു സാമ്പാർ അടുത്ത ഭാഗത്ത് നീ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ ആ മുഖത്ത് എത്ര തെളിച്ചായനെ. നമ്മൾ ആ അല്പം ഉപ്പ് കൂടേണ്ടി അതിൻ്റെ കൂടെ അല്പം വെള്ളവും കൂടെ ഒഴിച്ച് നമ്മളൊന്ന് കലക്കി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പ് പാകാവൂലേ? ഒരു വലിയ പ്രശ്നം അവിടെ ഒഴിവാവൂലേ? ഈ വീട്ടിലേക്ക് ഇനി വൈകുന്നേരം തിരിച്ച് ചെല്ലുമ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും? മൊത്തം ആ അവൻ്റെ ഭാര്യ ഊണ് കഴിക്കുമോ? ഞങ്ങളെ കഴിച്ചില്ല, അവർ ഊണ് കഴിക്കുമോ? ആകെപ്പാടെ ഒരു ചെറിയ സംഭവം ഇതിത്ര വഷളാക്കി കളയണോ? നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഊൺമേശ എന്ന് പറയാം, അന്നം. നമ്മൾ അന്നം തൊഴുത് കഴിക്കേണ്ടതാണ്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അന്നം തൊഴുതിട്ടാണ് കഴിക്കേണ്ടത്. കാരണം ഇത് എന്നും നിലനിർത്തണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ അന്നത്തിന് നമ്മൾ ഒരിക്കലും തിരസ്കരിക്കരുത്, ഒരിക്കലും പാത്രം വലിച്ചെറിയരുത്, ഒരിക്കലും നമുക്ക് അല്പമൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യണം. നമ്മുടെ ജീവിതത്തിലും ഇത് ആവശ്യമാണ്. ഒരിക്കലും നമ്മൾ മറ്റൊരു തരത്തിൽ അങ്ങനെ ചിന്തിക്കരുത്. എപ്പോഴും സൗഹൃദവും സന്തോഷവും നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ ഭാവി ജീവിതം അത്ര സന്തോഷമാകാൻ വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും നിങ്ങളുടെ ഗോപാലകൃഷ്ണൻ വരുന്നതാണ്. നന്ദി, നമസ്കാരം.